നമസ്കാരം. മേടം ദ്രേക്കാണ സ്വരൂപങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ദ്രേക്കാണ സ്വരൂപം ഒന്ന് നോക്കാം. അതിൻ്റെ ശ്ലോകം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ക്രൂര കലാജ്ഞ കപിലക്രിയാർത്ഥി ഭഗ്നവ്രതോ അഭ്യുദ്ധ്യത ദണ്ഡഹസ്ഥ രക്താനി വസ്ത്രാണി ബിഭർത്തി ചണ്ഡോ മേഷേ തൃതീയ കഥിതൃഭാഗ. ക്രൂരനാണ്. പിന്നെ ഇതിൽ മേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മേടം. തൃതീയ മൂന്നാമത്തേൻ്റെയാണ് നമ്മൾ പറയാൻ പോണത്. കഥിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥിക്കപ്പെട്ടത്. മേഷേ തൃതീയ കഥിത ത്രിഭാഗ, അവസാനത്തെ വരിയാണ് പറയുന്നത്. പിന്നെ ത്രിഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രേക്കാണം. ക്രൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹിംസ ശീലമുള്ളവൻ. കലാജ്ഞൻ, കലകളെ അറിയുന്നവനാണ്. പിന്നെ കലകൾ, സംഗീതാദി കലകൾ. കപിലവർണ്ണനാണ്. പിന്നെ ക്രിയാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയയെ അറിയുന്നവനാണ്. അതെന്താ ക്രിയ? അഗ്നിഹോത്രാദി കർമ്മങ്ങളെ അർത്ഥിക്കുക, പിന്നെ അറിയുന്നവനാണ്. അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. ഭഗ്നവ്രതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗ്നമായിരിക്കുന്ന വ്രതത്തോടു കൂടിയവൻ, അതായത് ഭംഗത്തെ പ്രാപിച്ചത്. വ്രതം, നിയമം. പിന്നെ അഭ്യുദ്ധ്യത ദണ്ഡഹസ്തൻ, ഹസ്തത്തിൽ, കയ്യിൽ അഭ്യുദ്ധ്യതമായിരിക്കുന്ന ദണ്ഡത്തോടു കൂടിയവൻ. അഭ്യുദ്ധ്യതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തിപ്പിടിച്ചതായിട്ടുള്ള വടിയോടുകൂടിയവൻ. ചണ്ടൻ അതികോപി. രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവന്നവ. ഭരിക്കുക പറഞ്ഞ് ധരിക്കുക. അപ്പം മേടത്തിൻ്റെ മൂന്നാം ദ്രേക്കാണം ഹിംസാശീലമുണ്ട്, സംഗീതാദി കലാജ്ഞാനമുണ്ട്, കപിലമായ നിറമുണ്ട്, ഹോമാദി കർമ്മങ്ങളിൽ താല്പര്യമുണ്ട്, വ്രതഭംഗത്തോടും പിന്നെ ഉയർത്തിധരിച്ച വടിയോടും കൂടിയവനായി രക്തവസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്ന ഒരു പുരുഷൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോട് കൂടിയവനാകുന്നു. മേടം രാശി മൂന്നാം ദ്രേക്കാണത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ക്രൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലകളിൽ അറിവുള്ളവനാണ്. പിന്നെ തവിട്ട് നിറം ആണ്. പിന്നെ എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. വ്രതങ്ങൾ മുടക്കുക, കയ്യിലൊരു വടി ഉയർത്തിപ്പിടിക്കുക, കോപിഷ്ഠനാവുക, ചുവന്ന വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് മൂന്നാം ദ്രേക്കാണം. അപ്പോൾ ഇതിൻ്റെ അധിപൻ ആരാണ്? അധിപനെ നോക്കുമ്പോൾ നമ്മൾ 1, 5, 9. അപ്പോൾ മൂന്നാം ദ്രേക്കാണത്തിന് 9ാമത്തെ ആളാണ് അധിപൻ. അപ്പോൾ നോക്കുമ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു ആണ് 9ാമത്തെ രാശി വരുന്നത്. അപ്പോൾ ആ രാശിയുടെ അധിപനാരാ? ഗുരു. അപ്പോൾ മേടം മൂന്നാം ദ്രേക്കാണത്തിൻ്റെ അധിപനാരാണ്? ഗുരുവാണ്. ഇത് തവിട്ട് നിറമുള്ള ഒരു പുരുഷനാണ്. ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, കയ്യിലൊരു നീളമുള്ള വടി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പം ദണ്ഡം കയ്യിലുണ്ട്. കോപത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കലകളിൽ നല്ല അറിവുണ്ടെങ്കിലും ക്രൂരനാണ്. വ്രതാനുഷ്ഠാനങ്ങളെ മുടക്കാൻ യാതൊരു മടിയില്ല എന്ന് പറയാം. സ്വയമായിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ മുടക്കും എന്നും പറയാം. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിലവിലുള്ള ചട്ടങ്ങളെയും നിയമങ്ങളെയും നിഷ്ഠകളെയും തകർത്ത് സ്വയം ജീവിക്കുന്നവനും മറ്റുള്ളവരുടെ വ്രതാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കുന്നവനുമാണ് എന്ന് പറയാം. ആവശ്യമെങ്കിൽ കോപവും ദണ്ഡവും ഉപയോഗിച്ച് അന്യരെ വരുതിക്ക് നിർത്തും. ചുവന്ന വസ്ത്രം കാമത്തെയും അധികാരശക്തിയെയും ഉയർത്തിപ്പിടിച്ച ദണ്ഡ് അധികാരത്തെയും സൂചിപ്പിക്കുന്നു. ദ്രോഹബുദ്ധിയുള്ള പുരുഷനാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, മേടത്തിൻ്റെ 1ാം ദ്രേക്കാണൻ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു പുരുഷനായിരുന്നു, മഴു ഉയർത്തിപ്പിടിച്ചിട്ട്. ഇവിടെ ദണ്ഡം പിടിച്ചിട്ട്. പിന്നെ 2ാം ദ്രേക്കാണ് ഒരു സ്ത്രീ സ്വരൂപമായിരുന്നു. 3ാം ദ്രേക്കാണായപ്പോഴേക്കും അത് ദ്രോഹബുദ്ധിയുള്ള പുരുഷനാണ്. അടിക്കാനും കൊല്ലാനും മടിയില്ല. കൈകൾക്ക് നല്ല ഫലമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. യുദ്ധവീരത്വവുമുണ്ട്. യുദ്ധോത്സുകങ്ങളായ ചുവടുകൾ വെച്ചുള്ള നൃത്തവും ആട്ടവും പാട്ടും വശമായിരിക്കും. കുളി, തേവാരങ്ങൾ, വിളക്ക് വെക്കൽ, ഈശ്വരഭജനം തുടങ്ങിയ നിഷ്ഠകളിൽ വിശ്വാസം കുറവാണ്. ഈ വിധ കാര്യങ്ങളോടെ ഇരിക്കുന്നവരുടെ നിഷ്ഠ തെറ്റിക്കാനും അധികാരദണ്ഡ് ഉപയോഗിച്ചേക്കും.
നിലവിലുള്ള നിയമങ്ങളെ ധിക്കരിക്കുന്നതിനുള്ള ധൈര്യമുണ്ട്. ഇത് മനുഷ്യദ്രേക്കാണവും പുരുഷദ്രേക്കാണവും ആയുധദ്രേക്കാണവുമാണ്. വ്യാഴമാണ് ദ്രേക്കാണാധിപതി. അപ്പം ഇതെന്തൊക്കെ ദ്രേക്കാണാണ്? മനുഷ്യദ്രേക്കാണമാണ്, പുരുഷദ്രേക്കാണമാണ്, ആയുധദ്രേക്കാണമാണ്. ധനുരാശി അധിപൻ, അതായത് മൂന്നാം ദ്രേക്കാണം മേടത്തിൻ്റെ അധിപൻ ആരാണ്? ഗുരുവാണ് അധിപൻ. അപ്പം ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. ക്രൂരകലാജ്ഞ കപില ക്രിയാർത്തി ഭഗ്നവ്രതോ അഭ്യുദ്ധ്യദണ്ഡഹസ്ത രക്താനി വസ്ത്രാണി ബിഭർത്തി ചണ്ഡോ മേഷേ തൃതീയ കഥിതതൃഭാഗ